നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്സ് രണ്ടാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 1ഉം 2ഉം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ? ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഈ കോൺ എന്നുള്ളത് ഈ ചാപം അതിൻ്റെ എതിരെയുള്ള വൃത്തഭാഗത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണാണ് ഈ 40 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ്. വ്യാസം വൃത്തത്തിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ എന്നുള്ളത് 180 ആണ്. ഈ ആംഗിൾ എന്നുള്ളതും 180 ആണ്. 180 വീതമാണ്. ഈ കോൺ 180 എന്നുള്ളത് ആകെയുള്ള കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അതേപോലെ ഈ കോണും 180 ആണ്. അത് കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. അതായത് 360-ൽ 180. അപ്പോൾ ആകെ 360 ആണ്. അതിൽ 180 എന്ന് പറഞ്ഞാൽ ഈ 0 ക്യാൻസൽ ചെയ്യാം. 18 36-ൽ 2 പ്രാവശ്യം ഹരിച്ചു പോവും. അപ്പോൾ ഇവിടെ സമം 1/2. അപ്പോൾ 180 എന്നുള്ളത് ഈ കേന്ദ്രകോണിൻ്റെ 1/2 ഭാഗമാണ്. അപ്പോൾ കേന്ദ്രകോൺ പകുതിയായപ്പോൾ ഈ വൃത്തത്തിൻ്റെ ഈ ഭാഗവും ആകെയുള്ള വൃത്തത്തിൻ്റെ പകുതിയായി. ഇനി ഈ പകുതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ പകുതിയാക്കാം. ആദ്യം 360 ആയിരുന്നു, അതിൻ്റെ പകുതിയാക്കി 180 ആക്കി. ആ 180-നെ നമ്മൾ വീണ്ടും പകുതിയാക്കിയപ്പോൾ ഇത് 90 ഈ കേന്ദ്രകോൺ എന്നുള്ളത് 360-ൽ 90. ആകെ 360 ആണ്. അതിൽ 90 ആണ് ഈ കേന്ദ്രകോൺ. ഈ 0 ക്യാൻസലായി. 9 36-ൽ 4 പ്രാവശ്യം 1. അപ്പോൾ ഇത് 1/4. അപ്പോൾ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണായ 90 360-ൻ്റെ കാൽഭാഗം അത് നമുക്ക് ഇങ്ങനെ കാണാം. 90/360 സമം 1/4. അപ്പോൾ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിൻ്റെ കാൽഭാഗമായപ്പോൾ ഈ ചാപവും ആകെയുള്ള വൃത്തത്തിൻ്റെ കാൽഭാഗമായി. അപ്പോൾ ചാപം വൃത്തഭാഗത്തിൻ്റെ എത്ര ഭാഗമാണെന്നുള്ളത് അതിൻ്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണ് എന്നുള്ളതിന് തുല്യമാണ്. ഈ ചാപം വൃത്തഭാഗത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നറിയാൻ ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ നമുക്കറിയണം. ആ കേന്ദ്രകോൺ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണാണ് ഈ കോൺ. ഈ ചാപത്തിൻ്റെ അഗ്രങ്ങളിൽ കൂടിയുള്ള ഈ 2 വരകൾ കേന്ദ്രത്തിൽ ഒന്ന് കൂട്ടിമുട്ടുമ്പോഴാണ് ഈ കേന്ദ്രകോൺ ഉണ്ടാകുന്നത്. ഈ ചാപത്തിൻ്റെ അഗ്രങ്ങളിൽ കൂടെയുള്ള 2 വരകൾ വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയപ്പോഴാണ് ഈ കോൺ ഉണ്ടായത്. ഈ 2 കോണുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു. ഒരു ചാപം അതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് ആ ചാപം വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ. അത് നമുക്ക് തിരിച്ചും പറയാം. ഈ ചാപം വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയാണ് ആ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഈ ചാപം വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 40 ആണ്. അതുകൊണ്ട് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ 40 ഡിഗ്രിയുടെ ഇരട്ടിയായിരിക്കും. കേന്ദ്രകോൺ എന്നുള്ളത് 80 ആണ്. ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നുള്ളത് 40-ൻ്റെ ഡബിൾ ഇരട്ടി 80 ആണ്. അതിൻ്റെ കാരണം ഈ ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് ചാപം എതിരെയുള്ള വൃത്തഭാഗത്തിൽ ഉണ്ടാക്കുന്ന കോൺ. The angle made by the arc on the circle is half of its central angle. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് അത് സർക്കിളിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ. ഇത് 40 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 80 ഡിഗ്രിയാണ്. ഇനി ചോദിച്ചിട്ടുള്ളത് ഈ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? അപ്പം നമ്മളിവിടെ കണ്ടു ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും ആ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നുള്ളതും തുല്യമാണ് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ഇതിനെ കേന്ദ്രകോണിനെ നമ്മൾ പകുതിയാക്കിയപ്പോൾ ആകെയുള്ള വൃത്തത്തിൻ്റെ പകുതിയായി ചാപവും. അതിനെ കേന്ദ്രകോൺ വീണ്ടും നമ്മൾ 4/1 ആ ചാപവും ആകെയുള്ള വൃത്തഭാഗത്തിൻ്റെ 4/1. ചാപത്തിൻ്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും ആ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നുള്ളതും തുല്യമാണ്. അപ്പം നമുക്കിവിടെ കാണേണ്ടത് ഈ 80 എന്നുള്ളത് ആകെയുള്ള കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പം ആകെയുള്ള കേന്ദ്രകോൺ എന്നുള്ളത് 360 ആണ്. അപ്പം 80 360-ൻ്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം. അത് കാണാനായി ആകെയുള്ളത് 360, അതിൽ 80. അപ്പം 80/360 എത്രയാണെന്ന് കാണാം. സമം ഈ 0 ക്യാൻസലായി. ഇനി 8/36 ആണ്. ഇതിനെ
8/36 എന്നുള്ളത് രണ്ടിലും പൊതുവായ ഘടകങ്ങളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് ചെറുതാക്കാം. ഇത് രണ്ടിലും ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഹരിച്ചു പോകുന്ന സംഖ്യ 4 ആണ്. 8-ല് 4 2 പ്രാവശ്യം ഹരിച്ചു പോവും. 36-ല് 4 9 പ്രാവശ്യം. അപ്പോൾ 2/9. അല്ലെങ്കിൽ 8-നെ നമുക്ക് 2 × 4/36-നെ 9 × 4, ഈ 4 4 ക്യാൻസൽ ചെയ്താൽ 2/9. അപ്പോൾ സമം 2/9. ഈ ചാപത്തിന്റെ കേന്ദ്രകോണായ 80 ആകെയുള്ള 360-ന്റെ 2/9 ഭാഗമാണ്. അതുകൊണ്ട് ആ ചാപവും ആകെയുള്ള വൃത്തത്തിന്റെ 2/9 ഭാഗമാണ്. ആയതുകൊണ്ട് ചാപം വൃത്തത്തിന്റെ 2/9 ഭാഗമാണ്. Therefore the marked arc is 2/9 fraction of the circle. അപ്പൊ അതിന്റെ കാരണം ചാപത്തിന്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നുള്ളതും തുല്യമാണ്. ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് ഈസ് ഈക്വൽ ടു ഫ്രാക്ഷൻ ഓഫ് ദ സെൻട്രൽ ആംഗിൾ. Second question. When the corner of a bent wire was placed at the center of a circle, 1/10 of the circle was contained within it. If the corner of this wire is placed on a point of this circle as in the second picture, what fraction of the circle would it contain? What if it is placed at a point on another circle as in the third picture? ഒരു കമ്പി രണ്ടായി മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിലുണ്ടാവുക? മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാലോ? ചോദ്യം ഇങ്ങനെയാണ്. ഒരു കമ്പി മടക്കി ബെൻഡ് ചെയ്ത് അതിന്റെ മൂല വൃത്ത കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം ആ 2 കമ്പികൾക്കുള്ളിൽ പെട്ടു. ഇതേ കമ്പി, ഈ ബെൻഡ് ചെയ്ത കമ്പി വൃത്ത കേന്ദ്രത്തിൽ മൂല വയ്ക്കുന്നതിന് പകരം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ വെച്ചപ്പോൾ കിട്ടിയ ചിത്രമാണിത്. നമ്മളോടുള്ള ആദ്യത്തെ ചോദ്യം, ഈ ഒരു ചാപം, ഈ കമ്പികൾക്കുള്ളിൽ പെട്ടിട്ടുള്ള ഈ ഒരു ചാപം ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടു, ഈ ചാപം കേന്ദ്രകോണിൽ ഉണ്ടാക്കുന്ന കോൺ ആകെയുള്ള കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും ഈ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും തുല്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപം ആകെയുള്ള വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നറിയുന്നതിന് ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ എത്രയാണെന്ന് അറിയണം. നമുക്ക് ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണൊന്ന് വരയ്ക്കാം. ഈ ആംഗിൾ ആണ് ഈ ചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന ആംഗിൾ. ഈ ആംഗിൾ അറിഞ്ഞാൽ അത് ആകെയുള്ള കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയാൽ അത്രയും ഭാഗമാണ് ഈ ചാപം ആകെയുള്ള വൃത്തത്തിന്റെ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ കോൺ കിട്ടണമെങ്കിൽ നമുക്ക് ഈ കോൺ അറിയണം. കാരണം ഇവ തമ്മിലുള്ള ബന്ധവും നമ്മൾ പഠിച്ചു. ഈ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് ആ ചാപം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺ അറിയണമെങ്കിൽ നമുക്ക് ഈ കോൺ അറിയണം. അപ്പോൾ ഇത് കിട്ടാനായി നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. കാരണം ഈ കോണും തുല്യമാണ്. ബെൻഡ് ചെയ്ത ഇതേ കമ്പിയാണ് ഇതിലും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ആംഗിളും തുല്യമാണ്. ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഈ കോൺ എന്നുള്ളത്. ഈ ചാപം ആകെയുള്ള വൃത്തത്തിന്റെ 1/10 ഭാഗമാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ കോൺ എന്നുള്ളതും ഈ സെൻട്രൽ ആംഗിളിന്റെ കേന്ദ്രകോണിന്റെ 1/10 ഭാഗമായിരിക്കും. അപ്പൊ കേന്ദ്രകോൺ എന്നുള്ളത് 360 ആണ്. 360ന്റെ 1/10 ഭാഗം എത്രയാണ് എന്ന് കണ്ടാൽ മതി. 360ന്റെ 1/10 ഭാഗം 0 0 ക്യാൻസൽ ചെയ്താൽ സമം 36. അപ്പോൾ ഈ ഒരു ആംഗിൾ 36 ആണ്. കാരണം ഈ ചാപം ആകെയുള്ള വൃത്തത്തിന്റെ 1/10 ഭാഗമാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ചാപത്തിന്റെ കേന്ദ്രകോൺ എന്നുള്ളതും ആകെയുള്ള കേന്ദ്രകോണിന്റെ 1/10 ഭാഗമായിരിക്കും. ആകെയുള്ള കേന്ദ്രകോൺ എന്നുള്ളത് 360 ആണ്. അതിന്റെ 1/10 എന്നുള്ളത് 360 × 1/10, 0 0 ക്യാൻസൽ ചെയ്താൽ 36 നമുക്ക് കിട്ടും. അപ്പൊ ഈ കേന്ദ്രകോൺ 36 ആണ്. അപ്പൊ ഇതിന്റെ റീസൺ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ എഴുതിയതാണ്. ചാപത്തിന്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതും തുല്യമാണ്. ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് ഈസ് ഈക്വൽ ടു ദ ഫ്രാക്ഷൻ ഓഫ് ദ സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഈ കമ്പി വളച്ചിട്ടുള്ള, ഈ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ മൂലയിലെ കോൺ 36 ആണെന്ന് കിട്ടി. ഇതേ കമ്പി, ഇതേ ബെൻഡ് ചെയ്ത കമ്പി തന്നെയാണ് ഈ വൃത്തത്തിലെ ഈ ഒരു ബിന്ദുവിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കോൺ 36 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ കോൺ 36 ആണെങ്കിൽ അതിന്റെ ഇരട്ടി, ഡബിൾ ആണ് അതിന്റെ കേന്ദ്രകോണെന്ന് നമുക്കറിയാം. ഇത് ചിത്രം 1 ആണ്.
ചിത്രം 2-ൽ ഈ ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നുള്ളത് 2 × 36 = 72. അപ്പോൾ ഈ കോൺ 72 ഡിഗ്രിയാണ്. ഇനി ഈ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഈ ചാപത്തിൻ്റെ കേന്ദ്രകോണായ 72 ആകെയുള്ള 360ൻ്റെ എത്ര ഭാഗമാണ് എന്ന് കണ്ടാൽ മതി. 360-ൽ 72, അതായത് 72/360. 72 × 5, 5 × 2 10, 1, 7 × 5 35, 36. 72/160 നമുക്ക് 72 × 5 എന്ന് എഴുതാം. 72 × 5 ആണ് 360. അപ്പോൾ ഈ 72ഉം 72ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ =1/5. അപ്പോൾ ഈ ചാപത്തിൻ്റെ 72 എന്ന കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണായ 360ൻ്റെ 1/5 ഭാഗമാണ്. അതുകൊണ്ട് ആ ചാപവും ആകെയുള്ള വൃത്തത്തിൻ്റെ 1/5 ഭാഗമാണ്. ഇതിൻ്റെ കാരണം നമ്മൾ നേരത്തെ എഴുതിയ ഇതേ കാരണം തന്നെയാണ്. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, ഇതേ ബെൻഡ് ചെയ്ത കമ്പി തന്നെ മറ്റൊരു വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ഇതേപോലെ പ്ലേസ് ചെയ്താൽ ഈ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? ഈ വൃത്തത്തിനേക്കാളും ഈ സർക്കിളിനേക്കാളും ചെറിയ സർക്കിളാണത്, ചെറിയ വൃത്തമാണിത്. ചെറിയ വൃത്തത്തിലാണെങ്കിലും ഈ ചാപം ആകെയുള്ള വൃത്തത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ആംഗിളിന് മാറ്റം വരുന്നില്ല. അപ്പോൾ ഈ ആംഗിൾ 36 തന്നെ, ഇതേ കമ്പി തന്നെ ആയതുകൊണ്ട് ഇതേ 36 തന്നെയാണ് ഈ ഒരു ആംഗിളിനും. അപ്പോൾ അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന ഈ സെൻട്രൽ ആംഗിളും 36ൻ്റെ ഇരട്ടി ഡബിളായ 72 തന്നെ. അപ്പോൾ ഈ ചാപം ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കാണുന്നതിന് അതിൻ്റെ കേന്ദ്രകോണായ 72 ആകെയുള്ള 360ൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടാൽ മതി. ഇതിലും ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നുള്ളത് 2 × 36 72. ഇനി 72 ആകെയുള്ള കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കാണുന്നതിന് 72/360, അതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ 1/5. അപ്പോൾ ആ ചാപത്തിൻ്റെ കേന്ദ്രകോൺ ആകെയുള്ള കേന്ദ്രകോണിൻ്റെ 1/5 ഭാഗമാണ്. അപ്പോൾ ഇതുകൊണ്ട് ആ ചാപവും ആകെയുള്ള വൃത്തത്തിൻ്റെ 1/5 ഭാഗമാണ്. നേരത്തെ എഴുതിയ അതേ റീസൺ തന്നെ എഴുതാം. ഇറ്റ്സ് എ ചലഞ്ച്, ട്രൈ ചെയ്യൂ. ഒരിക്കലൊരു മാൻ കാട്ടിൽ പുല്ല് തിന്നെയായിരുന്നു. അപ്പോഴാണ് ഒരു പറ്റം വേട്ടപ്പട്ടികൾ ആ വഴി എത്തിയത്. അവയെ കണ്ടതും മാൻ ഓട്ടം തുടങ്ങി. പക്ഷേ മാൻ ഓടിക്കയറിയത് ഒരു സിംഹത്തിൻ്റെ ഗുഹയിലേക്കായിരുന്നു. നിമിഷ നേരം കൊണ്ട് മാനിൻ്റെ കഥ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു, കഷ്ടം, സർവ്വശക്തിയും എടുത്ത് ഓടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കുറച്ചെങ്കിലും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് സിംഹത്തിൻ്റെ ഗുഹയിലേക്കായപ്പോൾ, സിംഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ സാധ്യത അങ്ങില്ലാതായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയ പ്രശ്നങ്ങളെ മറികടക്കാൻ, ചെറിയ തെറ്റുകൾ മറയ്ക്കാൻ നമ്മൾ വലിയ തെറ്റിലേക്ക്, അപകടങ്ങളിലേക്ക് ചെന്ന് ചാടും. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിഷമം മറക്കാനാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ. ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികളെ നേരിടുക, അതിജീവിക്കുക എന്നതാണ് നമ്മുടെ ശക്തി. വലിയ അപകടത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ളതല്ല. ബി പോസിറ്റീവ്. ബൈ നൗ. താങ്ക് യു.